എന്തൊക്കെ ബഹളമായിരുന്നു. കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരും. ഒരാൾ പോയാൽ അടുത്ത ആളുണ്ട്. ഇത് നിങ്ങൾ കരുതുന്ന ടീമല്ല. ഞങ്ങൾ മൈറ്റി ഓസീസാണ്. മറ്റുള്ളവരെ കാണുന്ന കണ്ണുകൊണ്ട് ഞങ്ങളെ കാണണ്ട. എന്തൊക്കെ തള്ള നമ്മൾ തള്ളിയത്. എന്നിട്ടിപ്പോൾ ഒടുവിലിതാ ആ കോഹ്ലിയും പാണ്ഡ്യയും ശ്രേയസും ഹാർദിക്കും ഒക്കെ എടുത്തിട്ട് അലക്കി നെഞ്ചും കൂട് പൊളിച്ചൊരു മൂലക്കിട്ടിരിക്കുകയാണ്. എനിക്കറിയില്ല ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. വേണ്ടിയിരുന്നില്ല, അങ്ങ് സമ്മതിച്ചാൽ മതിയായിരുന്നു. പാറ്റ് കമിൻസും സ്റ്റാർക്കും അതുപോലെ ജോഷ് ഹേസൽവുഡും ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സെക്കൻഡ് ടീമാണ്, സെക്കൻഡ് നിരയാണ് ഞങ്ങൾ ബൗളിങ്ങിനുള്ളത്. അതുകൊണ്ട് പോകുന്നിടത്തോളം പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഇത് വെറുതെ തള്ളിക്കയറ്റി വെച്ചു. ഞങ്ങളെ കണ്ടാൽ നിങ്ങൾ മുട്ടിടിച്ച് വീഴും. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കണ്ടതല്ലേ, ഇവിടെയും അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ തുള്ളലൊക്കെ ഞങ്ങളുടെ മുന്നിലെത്തിയാൽ നിൽക്കും എന്നൊക്കെ വെറുതെ ആ ഇന്ത്യൻ ടീമിൻ്റെ ഫാൻസിനെ പോയി വെല്ലുവിളിച്ച് ഇപ്പം നാറി ഒരു പരുവത്തിലായിപ്പോയി. സമ്മതിച്ചാൽ മതിയായിരുന്നു ഇത് ബൗളിങ്ങൊന്നും അത്ര പോരാ എന്നുള്ളതൊക്കെ. അതിനെങ്ങനെ മൈറ്റി പ്രതാപവും പറഞ്ഞിരുന്നാൽ ഇതൊന്നും സമ്മതിക്കാൻ പറ്റില്ലെന്ന് നമ്മൾ തന്നെ സ്വയം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരെയും പോയി ആവശ്യമില്ലാതെ പോയി ചൊറിഞ്ഞ് ഇങ്ങനെ അവരുടെ മനസ്സിലുള്ള വാശിയും അതുപോലെ ആ ഒരു ആവേശമൊക്കെ നമ്മളായിട്ട് പോയി ഊതി വീർപ്പിച്ച് നമുക്ക് തന്നെ പണി വാങ്ങുന്നൊരവസ്ഥയാണ്. ഒന്നും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഈ നമ്മളെ കവിൻസും സ്റ്റാർക്കും ഹേസൽവുഡൊന്നും ഇല്ലാത്തതിൽ. എന്നാലും നമ്മൾ വിചാരിച്ചത് മൈറ്റി ഓസീസ് അല്ലേ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അങ്ങ് കൂനി ഒരു മൂലക്കിരുന്നോളും, ഓംബ്ര എന്ന രൂപത്തിൽ ഇങ്ങനെ ഓച്ചാനിച്ചിരുന്നോളൂ എന്നാണ്. ഇപ്പം എന്താ ഉണ്ടായത്? എങ്ങനെയോ സെമിയിലെത്തി. അത് സമ്മതിച്ചാൽ മതിയായിരുന്നു അന്ന് തന്നെ. മഴ പെയ്ത് കിട്ടിയ പോയിൻറ്റും കൊണ്ട് മഴയിലിങ്ങനെ ഒലിച്ചു വന്ന പോയിൻ്റ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പെറുക്കി കൂട്ടിയിട്ട് സെമിയിലെത്തിയതാണെന്നുള്ളത് സമ്മതിച്ചാൽ മതിയായിരുന്നു. അതിന് പകരം ആ ഇംഗ്ലണ്ടിനെതിരെ ജയിച്ചു. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും എടുത്തിട്ട് കൊട്ടുന്ന ചെണ്ടയാണ്. ആ കൂട്ടത്തിൽ നമ്മളും കൊട്ടിയെന്നേ ഉള്ളൂ. അത് തന്നെ അവർ നമ്മുടെ വളർമാരെടുത്തിട്ട് ആറാടിയാണ്. പിന്നെ അഫ്ഗാനെതിരെ അഫ്ഗാൻ്റെ ആ കളി കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ കുറച്ച് അടിച്ചത് കൊണ്ട് അതും വെച്ച് തള്ളിക്കയറ്റി നമ്മൾ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെന്നതാണ്. അങ്ങനെ പണി വാളുന്ന ചെറിയ ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളവിടെ പയ്യന്മാരൊക്കെ ഇറക്കി ബൗൾ ചെയ്യാൻ വേണ്ടി നോക്കിയത്. കനോലിയും തൻവീർ സംഘയൊക്കെ എന്ത് ചെയ്യാനാണ്? സമ്മതിച്ചാൽ മതിയായിരുന്നേ. ഇത് ഫുൾ ടീമല്ല എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് പകരം കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്നൊക്കെ പറഞ്ഞ് വെറുതെ തള്ളിക്കയറ്റി വെച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടാനുള്ളത് കിട്ടി. നെഞ്ചും കൂടി പൊളിഞ്ഞ് കിടപ്പാണ്. ഇതല്ല എൻ്റെ മൈറ്റി ഇങ്ങനെയല്ല.